ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കിട്ടിലും ടേസ്റ്റുള്ള ഒരു റവ വടൻ്റെ റെസിപ്പിയാണ്. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ചൂട് ചായയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതായിരുന്നാലും പ്രശ്നമില്ല. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇത് മൊത്തത്തിലൊരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളുണ്ടെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അതാ ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി തൈരോ അല്ലെങ്കിൽ ഇതുപോലെ ലൂസായിട്ടുള്ള തൈരോ ഏതായിരുന്നാലും പ്രശ്നമില്ല. അധികം പുളിയുള്ളത് ചേർക്കണ്ടെന്നേ ഉള്ളൂ. കൂടെ തന്നെ ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു റവ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബായിട്ട് കിട്ടണം. നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് റെസ്റ്റിനായിട്ട് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ മാറ്റി വെക്കാം. ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ച് വെക്കാം. ഒരു ചുരുങ്ങിയത് ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വെക്കണം. റവയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ റവ വലിച്ചെടുത്തിട്ട് കുറച്ച് തിക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാൻ. ഇതവിടെ ഇരിക്കട്ടെ. ഇനി 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നല്ല പോലെ വേവിച്ചെടുത്തുള്ളതാണ്. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം കുക്കറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ ഉടച്ചെടുക്കുക. ഈ രീതിയിൽ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കിഴങ്ങിൻ്റെ മിക്സ് മൊത്തത്തിൽ ഈ ഒരു റവൻ്റെ കൂട്ടിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ടാക്കി എടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒത്തിരി കൂട്ടിയെടുക്കണമെന്നില്ല. കൂടെ തന്നെ 2 തണ്ട് വേപ്പില കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയില കട്ടാക്കി എടുത്തും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലേക്ക് കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒരു അര ടീസ്പൂൺ മൊത്തത്തിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തങ്ങ് യോജിപ്പിച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ ഈ ഒരു ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ല പോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത്. ഒത്തിരി ലൂസായി പോവരുത്, അധികം അങ്ങ് ടൈറ്റായിട്ടും വേണ്ട. ഇത് നന്നായിട്ട് ടൈറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുത്താൽ മതിയാകും. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അളവ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കുക. അതിനായിട്ട് ഓയിൽ നല്ല പോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണോ ഏത് വേണമെങ്കിലും എടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതുപോലെ കൈ വെച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഷേപ്പൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ഷേപ്പ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുക. ഇതുപോലെ പരന്നിട്ടുള്ള ഒരു പാനിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ ഒത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒത്തിരി സമയമെടുക്കൊന്നുമില്ല. തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ അങ്ങ് മൊരിച്ചിട്ടെടുക്കാം. ഇതിവിടെ നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ട് നല്ല പോലെ മുരിഞ്ഞ് വന്നാൽ അങ്ങ് കോരിയെടുക്കുക. നല്ല അടിപൊളി ക്രിസ്പിയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു റവ വടയാണിത്. അപ്പോൾ ഫസ്റ്റിലെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം.
ഈ ഒരു അളവ് വെച്ചിട്ട് കുറച്ച് കൂടുതൽ വട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കട്ടെ. അടിപൊളിയാണ്, നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാവും. നല്ല ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ സോസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇതാ കണ്ടില്ലേ, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്